ഹലോ ചെങ്ങായിമാരെ, അപ്പൊ നമ്മൾ വെറൈറ്റി ഒരു ലേസ് അല്ല, ലേസിന്റെ കമ്പനി അല്ല, വേറൊരു കമ്പനി. അപ്പൊ ഇത് എങ്ങനെ അതിന്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതാണ് നമ്മുടെ സാധനം. രണ്ട് ഫ്ലേവർ ഞാൻ വാങ്ങിക്കണം. ഓക്കെ, ഒന്ന് നമ്മളെ എന്താ പറയാ, ഒനിയൻ ഒനിയൻ ക്രീം, അതാ ഒരു ഫ്ലേവറാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ മസാല, ട്രിക്കിൻ മസാല, അങ്ങനത്തെ ഒരു മസാല. അപ്പൊ എന്ത് ചെയ്യാ, ഇതിന്റെ ടേസ്റ്റ് എന്താ നോക്കാം. ഇത് നമുക്ക് വരുന്നതിന്റെ കമ്പനി വരുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ടാക്സ് ടാക്സ് എന്നാണ് അല്ല ഇതിന്റെ കമ്പനി വരുന്നത്. ഇതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ നോക്കി, ഇതാണ് ഇതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ നോക്കാം. അപ്പൊ ഇതിന് എഴുതിയിട്ടുണ്ട് പറഞ്ഞാൽ കണ്ടില്ലേ, നെവർ ഫ്രൈഡ് നെവർ ബേക്ക്. സാധാരണ ഫ്രൈ ചെയ്തേക്കാളുള്ള നമ്മൾ വരില്ലേ. അപ്പൊ എന്ത് ചെയ്യാ, പൊട്ടിച്ചു വെക്കാം. ഓക്കെ, ഒനിയൻ ക്രീം പൊട്ടിച്ചു വെക്കാം. സ്മെല്ല് അത്ര പോരാ, നോക്കാം ടേസ്റ്റ്. ഇതിന്റെ ഡിസൈനൊക്കെ ഒരുപാട് മാറ്റം കിട്ടാം. കണ്ടില്ലേ, ഇതൊരു ഈ ഒരു മോഡലാണ്. അമ്മ കഴിച്ചോട്ടെ. ഇതിന് ടേസ്റ്റ് ഏകദേശം പിന്നെ നമ്മളെ പച്ചലൈസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ്. എണ്ണ ചെറുതായി കാറി മറ്റുള്ള എണ്ണ ചോയുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണോന്ന് അറിയില്ല. കൊടുക്കാം, ഒരു 10ല് ഒരു 5-6 കൊടുക്കാം. അത്ര കൊടുക്കാൻ പറ്റുമോ? ഓവർ ടേസ്റ്റ് ഒന്നുമില്ല. നോക്കാം, ഞാൻ അടുത്ത മുടി ചോദിക്കാം. ഇത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, കാരണം ചില്ലിയൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക പ്രതീക്ഷ നമുക്ക് ഒന്ന് പൊടി ചോദിക്കാം. അപ്പം പൊടിക്കണ്ട, ഭയങ്കര ടൈറ്റാണ്. ഇത് നമ്മളെ എന്താ അറിയാം, സ്മെല്ല് ഏതാ അറിയാം, നമ്മളെ കുറുക്കുറുണ്ടല്ലോ, ആ ചുവപ്പ് കുറുക്കുറു, അത് പൊട്ടിച്ചുമ്പോണ്ടല്ലോ ഒരു മണം, ആ ഒരു മണം കേട്ടോ. ഓക്കെ, ടേസ്റ്റിങ് എങ്ങനെ നോക്കട്ടെ. ഇതും അതേമാതിരി തന്നെയാണ്, അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അതേമാതിരി തന്നെയാണ് കേട്ടാ. ഈ മോഡലും ടേസ്റ്റിങ് എന്താ നോക്കട്ടെ. ഇത് ഏകദേശം നമ്മളാ ചുവപ്പ് ലേസ് ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ, പക്ഷെ കുറച്ച് സ്പൈസി കൂടുതലാണ്. അതിലാറ് കുറച്ചുകൂടി സ്പൈസി ഉണ്ട്. അത് മറ്റേത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു 10ല് നമുക്കൊരു 7-8 കൊടുക്കാം. ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ഫ്ലേവർ, അതിന്റെ വേറെ ഫ്ലേവർ അല്ലേ, ഒന്നുകൂടി ടേസ്റ്റ് കണ്ടു. പക്ഷെ എരിവുണ്ട്, എരിവ് കൂടുതലാണ്, സ്പൈസി ആയതുകൊണ്ട്. ഈ എന്താ പറയാ, മുളകിന്റെ പൊടി ഇട്ടുണ്ട്, കുറച്ച് സ്പൈസി ഉണ്ട്. പിന്നെ തക്കാളി സോസിന്റെ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്യാം, അടുത്ത വെറൈറ്റി സാധനത്തെ വീണ്ടും വരാം. ഓക്കെ.